അപ്പൊ അതാണ് കാര്യം. എന്നാ അപ്പൊ ടൂറിന് പോകേണ്ടത്? ഈ ആഴ്ച ഏപ്രിലായിരിക്കും. ഈ ആഴ്ച എപ്പോഴെങ്കിലും ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കറക്റ്റ് ആയിട്ട്. പക്ഷെ നാലാം ലാസ്റ്റ് ഡേറ്റ്. എന്ത് നമ്മൾ പൈസ കൊടുക്കണം? എത്ര രൂപ പറഞ്ഞേക്കണേ? 250 രൂപയുള്ളൂ. ഉള്ളൂന്നല്ലോ, ബാക്കി കൂടുതൽ 250 രൂപ വേണ്ടേ മക്കളെ? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഡാഡി എന്ത് പറഞ്ഞു? ഡാഡിന്റെ പൈസ ഒക്കെ ഇന്നലെ ഞാൻ കണ്ട് ഡാഡിനെ പോകട്ടെ. സങ്കടപ്പെടല്ലേ നീ, കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഡാഡി തരണില്ല അമ്മ. ഡാഡിയെ കാണൂലായിരിക്കും. പിന്നെ മാത്രമല്ല മക്കളെ, ഈ പറഞ്ഞ കണക്ക് നമ്മള് ഈ ഒറ്റയ്ക്ക് ഇനിയിപ്പോ പണ്ടൊക്കെ മക്കളെ ഒറ്റയ്ക്ക് വിടുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഡാഡി എനിക്കൊന്നും ഒന്നും ചെയ്ത് തരൂല. എന്ത് ചെയ്യാത്ത? ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ? കഴിഞ്ഞ വർഷം ടൂറിന് വിടാന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പറഞ്ഞപ്പോ ഡാഡി നമുക്ക് ടൂറിനൊക്കെ പോവാം. മെഡിക്കേറ്ററിക്ക് നല്ല മെഡിക്കേറ്ററി കേട്ടാ. ഒന്ന് പൈസ ഉണ്ടായിട്ട് എനിക്ക് തരാതിരുന്നത്. അതിന് പൈസ ഒന്നും കാണൂല. ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടിക്കാന്നും പറഞ്ഞു എന്നിട്ട് ഒലക്കൊക്കെ അടിക്കണോന്ന്. അതൊക്കെ തമാശ പറയണല്ലേ? എനിക്ക് വിഷമമായി. അങ്ങനെ ഒലക്കൊക്കെ അടിക്കുമോ? ആരെങ്കിലും ഒലക്കൊക്കെ അടിക്കോ? എങ്കിൽ ആണേ ഡാഡി അച്ഛൻ മാമ ഇടിച്ചു കൊല്ലും. ഇടിക്കട്ടാ? എന്താ? അപ്പൊ അങ്ങനെ ഒന്നും വിഷമം വിചാരിക്കും കേട്ടാ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളിപ്പോ കൃത്യം റെഡി ആയുള്ള സമയമായിട്ട് വരുന്നുണ്ട്. പോവാൻ പറ്റും എനിക്ക്. പോവാന്ന് ഉറപ്പല്ലേ? ഇനി കരണ്ടല്ലോ. ഇത് കഴിഞ്ഞില്ല ഇതുവരെ. എഴുന്നേറ്റ് നീ ഇങ്ങോട്ട് സ്കൂൾ വണ്ടി പോകുന്നു. പേര് കൊടുക്കട്ടെ? പേര് കൊടുത്ത മക്കള് മാമല്ലേ എന്ത് മുടി ഇങ്ങനെ? കെട്ടിട്ടുണ്ട്. പോ വേഗം ആവട്ടെ. കണ്ണോടിച്ചിട്ട് പോ, കണ്ണോടിച്ചിട്ട് പോ. നമുക്ക് ടൂറിന് പോകാം കേട്ടാ. നല്ല പാടി ഒരു ടൂർ പോകുമ്പോ പിള്ളേർക്ക് ഓടുന്നത് വിട്ടൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. നീ ഇങ്ങനെ കൊഞ്ചിക്കല്ലേട്ടാ പെണ്ണിനെ. ഒന്നല്ലേടി ഉള്ളത്. അവിടെ ഇരുന്നിരുന്ന ഒരു കാര്യം പറയുമ്പോ അത് ചെയ്ത് കൊടുക്കാൻ വയ്യെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് പിന്നെ ഒരു അച്ഛനും അങ്ങനെ പറയണതിനൊന്നും തുള്ളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നാളെ അത് ഇതിലും വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ലോകം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അവള് പറഞ്ഞത്. അവളെ കൂട്ടുകാരില്ല അവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാന്ന് പറഞ്ഞപ്പോ അവള് നല്ല ഫ്രണ്ട്സിനോട് പോകുമ്പോൾ വേറൊരു സുഖമാണ്. അത് ശരിയല്ലേ? ഇപ്പൊ നമ്മള് അങ്ങനല്ലേ, കൂട്ടുകാരുടെ പോകുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. എനിക്കറിയില്ല, എന്നെ എന്റെ ആങ്ങളെയും വിട്ടിട്ടില്ല, എന്റെ അച്ഛനും വിട്ടിട്ടില്ല. ഇനിയിപ്പോ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതോടെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഓരോ കാലം കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ആ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കും. നാളെ അവളെ മക്കളെ അവളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും. അമ്മ എന്തേ? അമ്പലത്തിൽ പോയി. അമ്മ അവളോട് അമ്പലത്തിൽ പോയി. ശരി, ഞാൻ ചെല്ലട്ടെ എന്നാ. ആ പെണ്ണ് കരഞ്ഞു ചോദിച്ചോണ്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ഇനിയിപ്പോ ഇത്